ഈ ഒരു എൻറ്റയർ ഒരു റിപ്പീറ്റ് സമയത്ത് ഈ 3 കാര്യങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുമെന്ന് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ എക്സാംസ് ഒക്കെ എല്ലാതും കറക്റ്റ് ചെയ്തിരുന്നു. ഇവര് സൈലത്തിൽ എക്സാംസ് കുറെ നടത്തും. നമുക്ക് ഇഷ്ടമുള്ള വേണ്ടില്ല, നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിന് അപ്പുറം എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ എക്സാംസ് കൃത്യമായി അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള എനിക്ക് തോന്നുന്നത് പ്ലസ് 2 ഉണ്ടായിരുന്നില്ല, പ്ലസ് 1 മീൻസ് റിപ്പീറ്റിന് എത്തുമ്പോൾ എക്സാംസ് കൃത്യമായി അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു ഒന്നാമതായിട്ട്. എക്സാംസ് ആണ് ഫസ്റ്റ് ഫോർമോസ്റ്റ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് തിങ് ഏതായിരുന്നു? ലൈക് സബ്ജക്ട് വൈസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു? ഞാൻ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, പക്ഷെ ജെയിന്റെ ആ ഒരു ഇത് വരുമ്പോൾ മാത്തിൽ അത്യാവശ്യം കുറച്ച് വീക്കാണ്. അപ്പൊ മാത്സിന് വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 hours ഒക്കെ ഡെയിലി എന്തായാലും മാത്സിന് കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 hour മാത്സിന് മാറ്റി വെക്കുന്ന സ്ട്രാറ്റജി സനത്തിന്റെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. 2 hour മിനിമം, അതിന് മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. പക്ഷെ എന്തായാലും ഒരു ദിവസം നമ്മള് 2 hour മാത്സിന് കൊടുക്കുമായിരുന്നു. റെഡി. അപ്പൊ മൂന്നാമത്തായിട്ട് എന്തായിരുന്നു വേറെ? പിന്നെ പറയാനാണെങ്കിൽ ക്ലാസ്സിൽ വരുന്ന അസൈൻമെന്റ്സും എല്ലാതും കറക്റ്റ് കംപ്ലീറ്റ് ആക്കുമായിരുന്നു. എല്ലാ സാർമാര് തരുന്ന വർക്ക്സ് ആയാലും എല്ലാ കാര്യങ്ങളും അന്നു തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ബാക്ക്ലോഗ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്ത 3 കാര്യങ്ങൾ. വെരി ഗുഡ്.